വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡീപ്പ് ഫൗണ്ടേഷനിൽ പൈൽ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പൈലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് വെൽ ഫൗണ്ടേഷൻ. സോ വെൽ ഫൗണ്ടേഷനും ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ തന്നെയാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരുപാട് ഡെപ്തിലോട്ട് പോകുന്ന ഒരു ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ. സോ എന്താണ് വെൽ ഫൗണ്ടേഷൻ, എവിടെയാണ് വെൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കാം. സോ വെൽ ഫൗണ്ടേഷൻ, ഫസ്റ്റ് പോയിന്റ്, വെൽ ഫൗണ്ടേഷൻ ഈസ് എ ഡീപ്പ് ഫൗണ്ടേഷൻ. തീർച്ചയായിട്ടും വെൽ ഫൗണ്ടേഷൻ ഒരു ഡീപ്പ് ഫൗണ്ടേഷനാണ്. പൈല് പോലെ തന്നെ ഒരുപാട് ഡെപ്തിലോട്ട് പോകുന്ന ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ വാസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ. വലിയൊരു കാര്യമാണത്. ഇന്ത്യയിലാണ് വെൽ ഫൗണ്ടേഷൻ്റെ ഒറിജിനേഷൻ. ലാസ്റ്റ് പോയിന്റ് പറയുന്നു, വെൽ ഫൗണ്ടേഷൻ ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ മെനി ഇയേഴ്സ് ഫോർ പ്രൊവൈഡിങ് ഡീപ്പ് ഫൗണ്ടേഷൻ ബിലോ വാട്ടർ ലെവൽ. സോ മെയിനായിട്ട് വാട്ടർ ലെവലിലുള്ള കൺസ്ട്രക്ഷനിലാണ്, എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ താഴോട്ടുള്ള കൺസ്ട്രക്ഷനിലാണ് മെയിനായിട്ട് വെൽ ഫൗണ്ടേഷൻ വേണ്ടി വരെ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് സ്വാഭാവികമായിട്ടും റിവറിലൊക്കെ ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജിനൊക്കെ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെൽ ഫൗണ്ടേഷനായിട്ടാണ് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, വെൽ ഫൗണ്ടേഷൻസ് ആർ യൂസ്ഡ് ഫോർ ബ്രിഡ്ജസ്, മോണ്യുമെൻറ്റ്സ് എക്സെട്ര. ബ്രിഡ്ജസിന് മെയിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മോണ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ സ്മാരകങ്ങളിൽ നിന്നാണ്. ചില സ്മാരകങ്ങൾക്ക് നമ്മൾ വെൽ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ തൊട്ടു താഴെ പറയുന്നുണ്ട്. താജ്മഹൽ ഇൻ ആഗ്ര വാസ് കൺസ്ട്രക്റ്റഡ് ബൈ പ്രൊവൈഡിങ് വെൽ ഫൗണ്ടേഷൻ. വളരെ പ്രശസ്തമായ ആഗ്രയിലെ താജ്മഹൽ വെൽ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് മോണ്യുമെൻറ്റ്സ് അഥവാ സ്മാരകങ്ങളുടെ ഫൗണ്ടേഷനായിട്ട് വെൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് വെൽ ഫൗണ്ടേഷൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ വെൽ ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിലോട്ട് കിടക്കുകയാണ്. എലമെൻറ്റ്സ് ഓർ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എ വെൽ ഫൗണ്ടേഷൻ. ഏത് രീതിയിലാണ് നമ്മൾ ഒരു വെൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻസ് അഥവാ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്നും പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്, എലമെൻറ്റ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എ വെൽ ഫൗണ്ടേഷൻ. അതിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. സോ ഫോളോയിങ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് എ വെൽ ഫൗണ്ടേഷൻ. താഴെ പറയുന്നതാണ് വെൽ ഫൗണ്ടേഷൻ്റെ എലമെൻറ്റ്സ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓഫ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എ വെൽ ഫൗണ്ടേഷൻ. മെയിനായിട്ട് 7 എലമെൻറ്റ്സ് ആണ് ഒരു വെൽ ഫൗണ്ടേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ കട്ടിംഗ് എഡ്ജ്, സെക്കൻഡ് വൺ കർവ്, തേർഡ് വൺ ബോട്ടം പ്ലഗ്, ഫോർത്ത് വൺ സ്റ്റെയിനിങ്, ഫിഫ്ത്ത് വൺ സാൻഡ് ഫില്ലിംഗ്, സിക്സ്ത് വൺ ടോപ്പ് പ്ലഗ് ആൻഡ് സെവൻത്ത് വൺ വെൽ ക്യാപ്പ്. ഇത്രയും എലമെൻറ്റ്സ് ആണ് ഒരു വെൽ ഫൗണ്ടേഷൻ ഉള്ളത്. ഇനി നമുക്കൊരു ഫിഗർ വെച്ചിട്ട് ഈ ഒരു ഇത്രയും കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ഒരു ഫിഗറിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ആക്ച്വലി ഒരു വെൽ ഫൗണ്ടേഷൻ്റെ സ്കെച്ച്. അപ്പോൾ ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് എ വെൽ ഫൗണ്ടേഷൻ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ഡിസ്കസ് ദ എലമെൻറ്റ്സ് ഓഫ് എ വെൽ ഫൗണ്ടേഷൻ വിത്ത് എ നീറ്റ് സ്കെച്ച് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും സ്കെച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കിടക്കുന്നു. ഫസ്റ്റ് പറഞ്ഞത് കട്ടിംഗ് എഡ്ജാണ്. അപ്പോൾ നിങ്ങൾക്കത് ഫിഗറിൽ കാണാൻ പറ്റും. താഴ്ഭാഗത്തായിട്ട് കട്ടിംഗ് എഡ്ജ്, ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഒരു നന്നായിട്ട് മൂർച്ചയുള്ള രീതിയിലൊരു കട്ടിംഗ് എഡ്ജ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്തിനാണ് കട്ടിംഗ് എഡ്ജ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് എലമെൻറ്റ് കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജിനെ പറ്റി പറയുന്നു. കട്ടിംഗ് എഡ്ജ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ബോട്ടം ടു ഫെസിലിറ്റേറ്റ് സിങ്കിങ് ഓഫ് ദ വെൽസ്. അതായത് ഈ ഒരു വെല്ല് താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിംഗ് എഡ്ജ് കൊടുക്കുന്നത്. നമ്മളൊരു പൈല് പൊതുവെ ഹാമർ വെച്ച് അടിച്ച് താഴ്ത്തുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു വെല്ലിൻ്റെ കാര്യവും. ഈ വെല്ലും താഴോട്ട് ഇറക്കണം, പെനിട്രേറ്റ് ചെയ്ത് ഇറക്കണം. അപ്പോൾ നല്ല രീതിയിൽ താഴോട്ട് പെനിട്രേറ്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിംഗ് എഡ്ജ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴുക എന്നാണ്, അഥവാ ഇറക്കുക, പെനിട്രേറ്റ് ചെയ്യുക എന്നതിൻ്റെ വേറൊരു അർത്ഥത്തിലാണ് സിങ്ക് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. പൊതുവെ വെല്ലിനെ വെൽ സിങ്ക് ചെയ്യുക എന്നാണ് പറയാറുള്ളത്. അഥവാ വെല്ല് താഴോട്ട് പെനിട്രേറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ആ ഒരു ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് സ്മൂത്തായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷാർപ്പായിട്ടുള്ളൊരു കട്ടിംഗ് എഡ്ജ് കൊടുക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നു, കട്ടിംഗ് എഡ്ജ് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി ഷാർപ്പ് ഫോർ ദ സ്മൂത്ത് പെനിട്രേഷൻ ഓഫ് വെൽസ്. വെൽസ് വളരെ സ്മൂത്തായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷാർപ്പ്നെസ് തീർച്ചയായിട്ടും ആ ഒരു കട്ടിംഗ് എഡ്ജിന് ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫിഗറിൽ ഒന്നാമത്തെ ടേമായ കട്ടിംഗ് എഡ്ജ് ഡിസ്കസ് ചെയ്തു.
ഇനി നമ്മൾ രണ്ടാമത്തെ ടേമായ കർബിലോട്ട് കിടക്കുകയാണ്. രണ്ടാമത്തെ എലമെൻറ്റ് കർബിനെ പറ്റി പറയുന്നത് നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, ദ ടാപ്പേഡ് പോർഷൻ എബവ് ദ കട്ടിംഗ് എഡ്ജ് ഈസ് കോൾഡ് കർബ്. സോ കർബ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട്ടിംഗ് എഡ്ജിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ടാപ്പർ ചെയ്ത് വരുന്നത് എന്ന് വെച്ചാൽ താഴോട്ട് വരുന്തോറും ചുരുങ്ങി വരുന്ന ഒരു സംഭവം, ഒരു ട്രയാങ്കിൾ ഷേപ്പാണത്. താഴോട്ട് വരുന്തോറും ഇങ്ങനെ സൈസ് കുറഞ്ഞ് വരുന്ന ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു സംഭവമാണ് കർബ് എന്ന് പറയുന്നത്. ആ ടാപ്പറിങ് പോർഷനെയാണ് കർബ് എന്ന് വിളിക്കുന്നത്. രണ്ട് കർബുണ്ട്, ലെഫ്റ്റിലുണ്ട് റൈറ്റിലുണ്ട്. നമ്മൾ തൽക്കാലം റൈറ്റിൽ മാത്രമേ മാർക്കിങ് കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് റൈറ്റിലുള്ള കർബ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. സെയിം സംഭവം ലെഫ്റ്റിലുണ്ടെന്ന് നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അത് കാണുന്നതാണ് കർബ്. ആ ഒരു ടാപ്പേഡ് പോർഷനാണ് കർബ്. കർബ് ഈസ് മെയ്ഡ് ടാപ്പേഡ് ഫോർ ദ ഈസി സിങ്കിങ് ഓഫ് ദ വെല്ല് വളരെ ഈസി ആയിട്ട് താഴോട്ട് പെനിട്രേറ്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടി അഥവാ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പേഡ് ഫോമിലാണ് നമ്മൾ കർബ് കൊടുക്കുന്നത്. അപ്പോൾ കട്ടിംഗ് എഡ്ജിൻ്റെ മുകളിലുള്ള ട്രയാങ്കിൾ ഷേപ്പാണ് ആക്ച്വലി കർബ് എന്ന് പറയുന്നത്. സോ രണ്ട് ടേംസ് ഡിസ്കസ് ചെയ്തു, കട്ടിംഗ് എഡ്ജും പറഞ്ഞു, കർബും പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടേമായ ബോട്ടം പ്ലഗിലോട്ട് കിടക്കാം. ഫിഗറിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും താഴെയായിട്ട് ബോട്ടം പ്ലഗ് എന്ന് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ സിമൻറ്റ് കോൺക്രീറ്റ് എന്നും കാണാൻ പറ്റും. സോ ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ബോട്ടം പ്ലഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ബ്രാക്കറ്റിൽ സിമൻറ്റ് കോൺക്രീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫില്ലിങ്, സിമൻറ്റിൻ്റെ നല്ലൊരു ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഒരു പോർഷനാണ് ആക്ച്വലി ബോട്ടം പ്ലഗ് എന്ന് പറയുന്നത്. സോ എന്തിനാണ് ബോട്ടം പ്ലഗ്, എന്താണ് ഇതിൻ്റെ റെലവൻസ് എന്ന് നോക്കാം. സോ തേർഡ് വണ്ണായ ബോട്ടം പ്ലഗിനെ പറ്റി പറയുന്നത് നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, ദ ബോട്ടം പ്ലഗ് ഈസ് ഫോംഡ് ആഫ്റ്റർ ദ വെൽ ഈസ് സങ്ക് ടു ദ ഫൈനൽ പൊസിഷൻ. നമ്മുടെ ആ ഒരു വെല്ല് ആ ഒരു കറക്റ്റായിട്ടുള്ള ഡെപ്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന ഒരു സാധനമാണ് ബോട്ടം പ്ലഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 20 മീറ്ററാണ് വെല്ലിൻ്റെ ഡെപ്തെങ്കിൽ 20 മീറ്റർ ഡെപ്തിലൂടെ നമ്മൾ വെല്ലിറക്കി, ആ ഒരു വെല്ല് കർബിൻ്റെ കട്ടിംഗ് എഡ്ജിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി 20 മീറ്റർ ഡെപ്തിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്യണം. ആ ഒരു സംഭവത്തിനെയാണ് ബോട്ടം പ്ലഗ് എന്ന് വിളിക്കുന്നത്. സോ അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ദ ബോട്ടം പ്ലഗ് ഈസ് ഫോംഡ് ആഫ്റ്റർ ദ വെൽ ഈസ് സങ്ക് ടു ദ ഫൈനൽ പൊസിഷൻ. അതിൻ്റെ ഫൈനൽ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉൾഭാഗം കോൺക്രീറ്റ് ചെയ്യാം, താഴ്ഭാഗം കോൺക്രീറ്റ് ചെയ്യാം. അതിനെ ബോട്ടം പ്ലഗ് എന്ന് വിളിക്കാം. എന്താണ് ബോട്ടം പ്ലഗിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് പറയുന്നു, ബോട്ടം പ്ലഗ് ഫങ്ഷൻസ് ആസ് ദ ബേസ് ഓഫ് ദ വെൽ. ആ ഒരു ഫൗണ്ടേഷൻ്റെ, വെൽ ഫൗണ്ടേഷൻ്റെ നല്ലൊരു ബേസായിട്ടാണ് ബോട്ടം പ്ലഗ് ആക്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ ഒരു വെല്ലിൻ്റെ ബേസായിട്ട് ബോട്ടം പ്ലഗ് ആക്ട് ചെയ്യും. നല്ലൊരു കോൺക്രീറ്റിൻ്റെ ബേസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ്, ബോട്ടം പ്ലഗ് ഈസ് മെയ്ഡ് ഓഫ് സിമൻറ്റ് കോൺക്രീറ്റ്. സിമൻറ്റ് കോൺക്രീറ്റ് കൊണ്ടാണ് നമ്മൾ ബോട്ടം പ്ലഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോട്ടം പ്ലഗ് സിമൻറ്റ് കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രത്യേകം ആ ഒരു ഫിഗറിൽ പ്രത്യേകം ബോട്ടം പ്ലഗിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ സിമൻറ്റ് കോൺക്രീറ്റ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുമുണ്ട്. സോ ഇതോടുകൂടെ ആ ഒരു എലമെൻറ്റും കഴിഞ്ഞു. തേർഡ് വണ്ണായ ബോട്ടം പ്ലഗ് അവിടെ ഫിനിഷായി. ഫോർത്ത് വണ്ണിലോട്ട് കിടക്കാം, സ്റ്റെയിനിങ്. എന്താണ് സ്റ്റെയിനിങ് എന്ന് നോക്കാം. ഫോർത്ത് എലമെൻറ്റ് ഈസ് സ്റ്റെയിനിങ്. സ്റ്റെയിനിങ്ങിനെ പറ്റി പറയുന്നു. ഫസ്റ്റ് പോയിന്റ്, ദ വാൾസ് ഓഫ് ദ വെൽ ആർ കോൾഡ് സ്റ്റെയിനിങ്. ആ ഒരു വെല്ലിൻ്റെ സൈഡ് വശങ്ങളാണ് അഥവാ വാൾസാണ് ആക്ച്വലി സ്റ്റെയിനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, സ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നു. റൈറ്റിൽ മാത്രമേ സ്റ്റെയിനിങ് കാണിച്ചിട്ടുള്ളൂ. ഹാഷ് ചെയ്ത ആ ഒരു വാള് പോലെയുള്ള സംഭവമാണ് സ്റ്റെയിനിങ്. റൈറ്റിൽ മാത്രമേ സ്റ്റെയിനിങ് കാണിച്ചിട്ടുള്ളൂ. ലെഫ്റ്റിലും സെയിം സ്റ്റെയിനിങ് ഉണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. സോ സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ ആ ഒരു ഫൗണ്ടേഷൻ്റെ വാൾസാണ് അഥവാ വശങ്ങളാണ്, സൈഡുകളാണ്. അതാണ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണത് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് നോക്കൂ. സെക്കൻഡ് പോയിന്റ്, ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി, പ്ലെയിൻ കോൺക്രീറ്റ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ സ്റ്റെയിനിങ്. സ്റ്റെയിനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിക്ക് മേസൺറി യൂസ് ചെയ്യാം, സ്റ്റോൺ മേസൺറി യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ പ്ലെയിൻ കോൺക്രീറ്റ് വെച്ച് തന്നെ സ്റ്റെയിനിങ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ്, സ്റ്റെയിനിങ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്, അഥവാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്റ്റെയിനിങ് ആണ്. വെൽ ഫൗണ്ടേഷൻ്റെ ഒരു മേജർ പാർട്ട് തന്നെ സ്റ്റെയിനിങ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു മേജർ പാർട്ട്, ഒരുപാട് ഉള്ള ഒരു പാർട്ട് സ്റ്റെയിനിങ് ആണ്. ഏറ്റവും വലിയ പാർട്ട് സ്റ്റെയിനിങ് ആണ്. ആ ഫിഗർ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ടോപ്പ് മുതൽ ഗ്രൗണ്ട് ലെവൽ മുതൽ ഓൾമോസ്റ്റ് ആ കർവ് വരെ നീണ്ട് കിടക്കുന്ന ഒരു വലിയൊരു ലെങ്ത്തുള്ള, അത്രയും ഡെപ്തിലോട്ട് പോകുന്ന ഒരു പാർട്ട് തന്നെയാണ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സോ സ്റ്റെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്.
സോ അതോടുകൂടി സ്റ്റെയിനിങ് അവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് വണ്ണ് സാൻഡ് ഫില്ലിങ്. സോ എന്താണ് ഫിഫ്ത്ത് എലമെൻ്റായ സാൻഡ് ഫില്ലിംഗ് എന്ന് നോക്കാം. സിമ്പിളാണ്. പോയിൻ്റ് പറയുന്നു, ഫിഫ്ത്ത് വൺ സാൻഡ് ഫില്ലിംഗ്. ദി ഇൻസൈഡ് ഓഫ് ദി വെൽ ഈസ് ഫിൽഡ് വിത്ത് സാൻഡ്. ദിസ് ഈസ് കോൾഡ് സാൻഡ് ഫില്ലിംഗ്. നമ്മൾ ഈ ഒരു വെല്ലിൻ്റെ ഉൾഭാഗം സാൻഡ് വെച്ച് ഫില്ല് ചെയ്യാറുണ്ട്. അതിനെയാണ് സാൻഡ് ഫില്ലിംഗ് എന്ന് വിളിക്കുന്നത്. അഥവാ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ട് സ്റ്റെയിനിങ്സ് കണ്ടല്ലോ. ലെഫ്റ്റിലുള്ള സ്റ്റെയിനിങ് ഞാൻ സ്റ്റെയിനിങ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ല. റൈറ്റിലുള്ള സ്റ്റെയിനിങ് മാത്രമേ സ്റ്റെയിനിങ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലെഫ്റ്റിലും സ്റ്റെയിനിങ് ഉണ്ട്, റൈറ്റിലും സ്റ്റെയിനിങ് ഉണ്ട്. അപ്പോൾ രണ്ട് സ്റ്റെയിനിങ്ങിൻ്റെ ഇടയിൽ നല്ലൊരു പോർഷൻ, ഒരു ഉൾഭാഗം കാണാൻ പറ്റും. ആ ഉൾഭാഗം പ്രത്യേകം നിങ്ങൾക്ക് കാണാൻ പറ്റും. സാൻഡ് ഫില്ലിംഗ് എന്ന് ഞാൻ ഉള്ളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു ഫിഗറിൻ്റെ ഉള്ളിൽ സാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് സ്റ്റെയിനിങ്സിൻ്റെയും ഉള്ളിലായിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിനെയാണ് ആക്ച്വലി സാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഹോളോ ആയിട്ട് ഇടാറില്ല. രണ്ട് സ്റ്റെയിനിങ്ങിൻ്റെ ഉൾഭാഗം നമ്മൾ ഒരിക്കലും ഹോളോ ആയിട്ട് ഇടാറില്ല. അത് ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്, നികത്തി വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സാൻഡ് കൊണ്ട് മൂടുകയാണ് ചെയ്യാറുള്ളത്. ആ ഒരു ഫില്ലിങ്ങിനെയാണ് ആക്ച്വലി സാൻഡ് ഫില്ലിംഗ് എന്ന് വിളിക്കുന്നത്. സോ അതോടുകൂടി സാൻഡ് ഫില്ലിംഗ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സാൻഡ് ഫില്ലിംഗ് ഓക്കെ ആയി. ഇനി ആറാമത്തെ ആ ഒരു എലമെൻറ്റ് ടോപ്പ് പ്ലഗ്. എന്താണ് ടോപ്പ് പ്ലഗ് എന്ന് നോക്കാം. സിക്സ്ത് വൺ ടോപ്പ് പ്ലഗ്. ടോപ്പ് പ്ലഗിനെ പറ്റി പറയുന്നത് നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, ടോപ്പ് പ്ലഗ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വെൽ. ആ ഒരു വെല്ലിൻ്റെ ടോപ്പിലാണ് ടോപ്പ് പ്ലഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ആ ഒരു വെല്ലിൻ്റെ ടോപ്പിലായിട്ട് ടോപ്പ് പ്ലഗ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. PCC 1:2:4. അതിനെ നമ്മൾ പ്രത്യേകം ആരോ മാർക്ക് ഇട്ടിട്ട് ടോപ്പ് പ്ലഗ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് മുകൾ ഭാഗത്തായിട്ട്, സ്കെച്ചിൻ്റെ ഓൾമോസ്റ്റ് മുകൾ ഭാഗത്തായിട്ട് ടോപ്പ് പ്ലഗ് എന്ന് ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. PCC 1:2:4 എന്ന ഒരു സംഭവത്തിന്, അതിനെയാണ് ആക്ച്വലി ടോപ്പ് പ്ലഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ടോപ്പ് പ്ലഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോപ്പ് പ്ലഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി വെല്ലാണ്. ലാസ്റ്റ് പോയിന്റ്, ടോപ്പ് പ്ലഗ് ഈസ് മെയ്ഡ് ഓഫ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് അറ്റ് എ റേഷ്യോ ഓഫ് 1:2:4. PCC 1:2:4 എന്ന റേഷ്യോയിൽ ഉണ്ടാക്കിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്ച്വലി ടോപ്പ് പ്ലഗ് എന്ന് പറയുന്നത്. ആ ഫിഗറിൽ നമ്മളത് കാണിക്കുകയും ചെയ്തു. PCC വെച്ചിട്ടാണ്, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്, അഥവാ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ല, ജസ്റ്റ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് ടോപ്പ് പ്ലഗ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടോപ്പ് പ്ലഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് എലമെൻറ്റ് നോക്കാം. ലാസ്റ്റ് എലമെൻ്റ് ആണ് വെൽ ക്യാപ്പ്. സെവൻത്ത് എലമെൻറ്റ് വെൽ ക്യാപ്പ്. എന്താണ് വെൽ ക്യാപ്പ് എന്ന് നോക്കാം. സോ വെൽ ക്യാപ്പിനെ പറ്റി പറയുന്നത് നോക്കൂ. വെൽ ക്യാപ്പ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി വെൽ. വെല്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്ന സാധനമാണ് വെൽ ക്യാപ്പ്. നമുക്ക് ഫിഗർ നോക്കാം. വെൽ ക്യാപ്പ് എവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ പറ്റും. വെൽ ക്യാപ്പ് ഏറ്റവും ടോപ്പിൽ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത്, ഫിഗറിൻ്റെ ഏറ്റവും ടോപ്പിൽ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്ന സാധനമാണ് വെൽ ക്യാപ്പ്. വെൽ ക്യാപ്പിൻ്റെ പ്രത്യേകത RCC കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ പറ്റും. ആ ഒരു RCC സ്ലാബിനെയാണ് നമ്മൾ വെൽ ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. സോ RCC കൊണ്ടുണ്ടാക്കിയ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് വെൽ ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. വെൽ ക്യാപ്പിൻ്റെ വെൽ ക്യാപ്പിലോട്ടാണ് പിന്നെ ആ ഒരു പിയർ ഓർ അബട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ പാർട്ടായിരിക്കും. പിയർ അല്ലെങ്കിൽ അബട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ ലോഡ് ഡയറക്റ്റായിട്ട് വരുന്നത് എങ്ങോട്ടാണ്? വെൽ ക്യാപ്പിലോട്ടാണ്. അതുകൊണ്ടാണ് വെൽ ക്യാപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള RCC സ്ലാബ് കൊണ്ട് തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. RCC സ്ലാബിൻ്റെ മേലെയുള്ള പിയർ ഓർ അബട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ ലോഡ് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെൽ ഫൗണ്ടേഷനിൽ വരുന്നത്. അതിലുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എലമെൻറ്റ് വെൽ ക്യാപ്പ് RCC സ്ലാബ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ വെൽ ക്യാപ്പിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റ്, വെൽ ക്യാപ്പ് ഈസ് എ സ്ലാബ് മെയ്ഡ് ഓഫ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, ദാറ്റ് ഈസ് RCC. റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, വെൽ ക്യാപ്പ് ഹെൽപ്സ് ടു ക്യാരി ദ ലോഡ്സ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ, ദാറ്റ് ഈസ് പിയർ ഓർ അബട്ട്മെൻറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ് ടു ദ സ്റ്റെയിനിങ്. കണ്ടോ, സൂപ്പർ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളാണ്, പിയർ അല്ലെങ്കിൽ അബട്ട്മെൻറ്റ്. ആ ലോഡ് ഡയറക്റ്റായിട്ട് ക്യാരി ചെയ്യുന്നത് വെൽ ക്യാപ്പാണ്. അപ്പോൾ വെൽ ക്യാപ്പ് ഈ ഒരു ലോഡ് ക്യാരി ചെയ്തിട്ട് എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും? സ്റ്റെയിനിങ്ങിലോട്ട് അഥവാ വാൾസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ലോഡ് ട്രാൻസ്മിഷൻ നടക്കുന്നത്
ഫിഗറിൽ കാണുന്ന പോലെ വെൽ ക്യാപ്പിലോട്ട് ആദ്യം വരും, പിന്നെ സ്റ്റെയിനിങ്ങിലോട്ട് പോകും, അങ്ങനെ നേരെ കർബ് കട്ടി ആ ഒരു രീതിയിൽ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൽ ക്യാപ്പിൽ നിന്ന് പിന്നെ നേരെ സ്റ്റെയിനിങ്ങിലോട്ട് അങ്ങനെ താഴ്ഭാഗത്തോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് വെൽ ക്യാപ്പ് എടുക്കും, പിന്നെ സ്റ്റെയിനിങ്ങിലോട്ട് അങ്ങനെ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വെൽ ക്യാപ്പ്. സോ ഇത്രയും കാര്യങ്ങളാണ് വെൽ ക്യാപ്പിനെ പറ്റി ശ്രദ്ധിക്കേണ്ടത്. വെൽ ക്യാപ്പ് ഹെൽപ്സ് ടു ക്യാരി ദ ലോഡ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്മിറ്റ് ടു ദ സ്റ്റെയിനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എലമെൻറ്റ്സ് ഓഫ് എ വെൽ ഫൗണ്ടേഷനിൽ വരുന്നത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എലമെൻറ്റ്സ്. ഫിഗർസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ 7 എലമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എലമെൻറ്റ്സ് ഓർ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എ വെൽ ഫൗണ്ടേഷൻ. ഇനിയും നമ്മൾക്ക് വെൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു.